ഹായ്, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ പരിചയപ്പെടുത്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഈ ഒരു ഓറഞ്ച് മിനിയേച്ചർ റോസ്, ഓറഞ്ച് മിനിയേച്ചർ അല്ല, ഫെയറി ഓറഞ്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഓർക്കിഡ് റോസ് ഓറഞ്ച്, അതാണ് ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന റോസ്. വളരെ റെയറായിട്ട് മാത്രം വരുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ഓർക്കിഡ് റോസ് ഓറഞ്ച് എന്നൊരു പേരുണ്ട്. ഒറിജിനൽ നെയിം വന്നിട്ട് ഫെയറി ഓറഞ്ച് എന്നാണ്. സൂപ്പർ ഫെയറി ഓറഞ്ച് അല്ല, ഫെയറി ഓറഞ്ച് എന്നാണ് കേട്ടോ. ഒരു മിനിയേച്ചർ ടൈപ്പ് ഫ്ലവറാണ്. ഭയങ്കര റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു പ്ലാന്റാണ് കേട്ടോ. രണ്ടാമത്തത് ഫെയറി പിങ്ക്, അടിപൊളിയാണ്. ഇതിൻ്റെ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. നിറയെ പൂക്കളുണ്ടാവും, കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. ഇങ്ങനെ അതിൻ്റെ ഒരു മൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ മൊട്ടുകളും പൂക്കളുമായിട്ടൊരു പ്ലാന്റിലുണ്ടാവും കേട്ടോ. ഇത് വന്നിട്ട് ഫെയറി റെഡ് അല്ലെങ്കിൽ റെഡ് ഓർക്കിഡ് റോസ്, നല്ലൊരു വെറൈറ്റിയാണ്. നമുക്കിതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും അധികം സെയിലിനില്ല. ഒരു 7 പ്ലാന്റ്സിനകത്ത് മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളൂ കേട്ടോ. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഫെയറി റെഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് വന്നിട്ട് ഇതൊരു വൈറ്റ് ക്രീക്കറി റോസാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിൻ്റെ ഇങ്ങനെ സെൻറ്റർ പോർഷനിലൊരു കളർ ചേഞ്ച് ഉണ്ടാവും, ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ് വരും. അതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പീച്ച് ക്രീക്കറി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് വൈറ്റ് ക്രീക്കറിയാണ്, വളരെ റെയറാണ്. ഇത് വന്നിട്ട് പീച്ച് ക്രീക്കറി. പീച്ച് ക്രീക്കറിയുടെ നമുക്കിപ്പോൾ നാടൻ ബഡ് ചെയ്ത തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ പീച്ച് ക്രീക്കറി റോസിൻ്റെ. അപ്പോൾ നമുക്ക് പീച്ച് ക്രീക്കറി വരുന്നുണ്ട്, വൈറ്റ് ക്രീക്കറി വരുന്നുണ്ട്, റെഡ് ക്രീക്കറി വരുന്നുണ്ട്, യെല്ലോ ക്രീക്കറി വരുന്നുണ്ട്, ഓറഞ്ച് ക്രീക്കറി വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് കൊത്തുമഞ്ഞ റോസാണ് കേട്ടോ. കൊത്തുമഞ്ഞയുടെ മദർ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്, സാമ്പിളിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ വലിയ പോട്ടിൽ വരുന്ന അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സാധാരണ ഒരു സൈസിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. ഇത് മെജോറോ ഫെയർ എന്ന് പറയുന്ന ഒരു സിംഗിൾ പെറ്റൽ ബട്ടർഫ്ലൈ റോസാണ്. മജന്ത ബട്ടർഫ്ലൈ എന്നും പറയാറുണ്ട് ഈ ഒരു റോസ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിങ്ങനെ പടർന്ന് നിന്നിട്ട് എല്ലാ ബ്രാഞ്ചിലും പൂക്കളുണ്ടാവും, നിറയെ പൂക്കളുണ്ടാവും കൊലകൊലയായിട്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ഇത് ഒരു പ്ലാന്റിലുള്ള പൂക്കളാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാന്റിലെ പൂവാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രമാത്രം ഫ്ലവറിങ് ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണെന്ന്. അടുത്തതായിട്ട് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ്. മാർഗോ കോസ്റ്റർ ഓറഞ്ച് ഞാൻ കുറച്ച് നാളായി സെയിലിൽ കൊണ്ടുവന്നിട്ട്. അപ്പോൾ മാർഗോ കോസ്റ്റർ ഓറഞ്ച് 2 ഷെയ്ഡിലും പൂക്കളുണ്ടാവും. ആദ്യം കാണിച്ച കളറിലുണ്ടാവും, ചില സമയത്ത് ഇതേപോലെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലും പൂക്കൾ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഒരു പൂ കണ്ടില്ലേ, ലൈറ്റ് ഓറഞ്ചും ബാക്കിയുള്ളതെല്ലാം ഡാർക്ക് ഓറഞ്ചും ആണ്. ഇത് വന്നിട്ട് റെഡാണ്, മാർഗോ കോസ്റ്ററിൻ്റെ റെഡാണ്. ഇപ്പോൾ കുറച്ച് റെയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ഒരുപാട് അവൈലബിലിറ്റി ഇല്ലാത്തൊരു വെറൈറ്റി കൂടെയാണ്. എന്നാലും നമ്മുടെ കയ്യിൽ അത്യാവശ്യം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുള്ളതാണ്. ചില സമയത്ത് ഇത് സ്റ്റോക്ക് ഔട്ട് ആയി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ സ്റ്റോക്ക് ഔട്ട് ആയതെല്ലാം ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തവർക്കെല്ലാം ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും. പിന്നെ മാർഗോ കോസ്റ്ററിൻ്റെ കോംബോ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 580 ഇൻക്ലൂഡിങ് CC, 580 രൂപയ്ക്ക് 3 മാർഗോ കോസ്റ്റർ. നമ്മുടെ മാർഗോ കോസ്റ്റർ ഓറഞ്ച്, മാർഗോ കോസ്റ്റർ റെഡ്, മാർഗോ കോസ്റ്റർ പിങ്ക് ആൻഡ് വൈറ്റ്, ഇത് 3ഉം കൂടെ വരുന്നൊരു കോംബോ 580 രൂപയാണ്. കൊറിയർ ചാർജ് അടക്കം വരുന്നത് കേട്ടോ. വളരെ റെയറായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്ററിൻ്റെ. 3 കളർ നിങ്ങൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. ഇത് മാർഗോ കോസ്റ്റർ പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ചില സമയത്ത് ഇത് വൈറ്റ് കളറിൽ ഫ്ലവറിങ് ആവും, ചില സമയത്ത് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവറിങ് ആവും, ചില സമയത്ത് വൈറ്റും പിങ്കും കൂടെ മിക്സ്ഡ് ആയിരിക്കും. ഇത് വന്നിട്ട് റെഡ് ക്രീക്കറി റേസ്. നേരത്തെ ഞാൻ പറഞ്ഞു റെഡ് ക്രീക്കറി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്ന്. ഇത് റെഡ് ക്രീക്കറി ആണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോ ക്രീക്കറി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വൈറ്റ് കളർ ഫ്ലവറിൽ നടുക്ക് മാത്രം ഇങ്ങനെ യെല്ലോ ഷെയ്ഡ് വരും, അതാണ് യെല്ലോ ക്രീക്കറി. ഇത് വന്നിട്ട് ഗല്ലിക്ക എന്ന് പറയുന്നൊരു റോസാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഗല്ലിക്ക എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, പക്ഷെ നിറയെ ഇത് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് യെല്ലോ ക്രീക്കറി റോസാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ചില സമയത്ത് ഇത് വൈറ്റ് ആയിട്ട് വിരിയും, ചില സമയത്ത് ഇത് യെല്ലോ ആയിട്ട് വിരിയും, ചില സമയത്ത് വൈറ്റും യെല്ലോ മിക്സ് ആയിട്ട് വിരിയും. അതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് ഇതിൻ്റെ കളർ എന്നുള്ളത്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്ലാന്റിൽ തന്നെ 2-3 ഷെയ്ഡ്സിൽ വരും. അതുതന്നെയാണ് ഈ ഒരു ക്രീക്കറി റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഡബിൾ ഷെയ്ഡായിട്ട് നിൽക്കുമ്പോൾ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് അട്രാക്ഷൻ കൂടുതലായിരിക്കും. കണ്ടല്ലേ, 3 ഫ്ലവർ ഉണ്ട്, 3 പാറ്റേണിലാണ് നിൽക്കുന്നത്, വൈറ്റ് ആയിട്ടൊക്കെ. പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ്